അടുത്തിടെ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് വെബ് സീരീസാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ച നാഗേന്ദ്രൻ എന്ന കഥാപാത്രം 5 യുവതികളെ വിവാഹം കഴിക്കുന്നതും അവരുടെ സ്വർണവും പണവുമായി മുങ്ങുന്നതുമാണ് പ്രമേയം. ആ നാഗേന്ദ്രനെ വെല്ലുന്ന ഒരു വിവാഹ തട്ടിപ്പുകാരനെ കണ്ട ഞെട്ടലിലാണ് തിരുവനന്തപുരം വർക്കല പോലീസ്. ഒരേ സമയം 5 യുവതികളുടെ ഭർത്താവ് ജമഞ്ഞായിരുന്നു നിതീഷ് ബാബു എന്ന യുവാവിന്റെ തട്ടിപ്പ്. സിനിമാ കഥകളെ വെല്ലുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ. ആദ്യം സ്വാഗതം. ഒരേ സമയം 5 യുവതികളുടെ ഭർത്താവായിരിക്കുക, അവരുടെ സ്വർണവും പണവും തട്ടിയെടുക്കുക. വർക്കല താന്നിമൂട് സ്വദേശി 31കാരനായ നിതീഷ് ബാബുവിന്റെ തട്ടിപ്പുകൾ സമാനതകളില്ലാത്തതാണ്. ആറ്റിങ്ങലിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു ഈ വിവാഹ തട്ടിപ്പ് വീരൻ. യുവതികളുടെ പരാതിയിൽ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളുടെ കൂടുതൽ തട്ടിപ്പുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വർക്കല താന്നിമൂട് ഗുരുമന്ദിരത്തിന് സമീപം ലക്ഷം വീട്ടിൽ 31കാരനായ നിതീഷ് ബാബു എന്ന വിവാഹ തട്ടിപ്പ് വീരനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുന്നിയൂർ സ്വദേശിനിയായ യുവതിയാണ് ഇയാൾ ആദ്യ വിവാഹം കഴിച്ചതെന്ന് പോലീസ് പറഞ്ഞു. 2014 ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി ഒപ്പം കൂടുകയായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം വർക്കല ശ്രീനിവാസപുരം സ്വദേശിനിയെ വിവാഹം കഴിച്ചു. പിന്നീട് വർക്കല സ്വദേശിയായ യുവതിയെയും നഗരൂർ സ്വദേശിയായ മറ്റൊരു യുവതിയെയും ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി. ഇങ്ങനെ ഒരേ സമയം 4 യുവതികളുടെ ഭർത്താവായി നടക്കവെയാണ് 5ാമതൊരു യുവതിയുമായി ബന്ധം തുടങ്ങിയത്. ഇക്കാര്യം നഗരൂർ സ്വദേശിയായ 4ാം ഭാര്യ അറിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതും നിതീഷിന്റെ വിവാഹ തട്ടിപ്പുകൾ പുറം ലോകം അറിഞ്ഞതും. ആറ്റിങ്ങലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ യുവതി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. പ്രതിയും അതേ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഇവരുടെ സൗഹൃദം വളർന്ന് ഒടുവിൽ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പതിവ് പോലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് യുവതിയുടെ കഴുത്തിൽ താലി കെട്ടി. തുടർന്ന് യുവതിയെ കൊണ്ട് പല സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വൻ തുകകൾ വായ്പയെടുപ്പിക്കുകയും യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ തന്ത്രപൂർവ്വം കൈക്കലാക്കുകയും ചെയ്തു. ഈ മാസം 13-ന് യുവതി ജോലി കഴിഞ്ഞു മടങ്ങിവരവേ റോഡിൽ വെച്ച് പ്രതി ദേഹോപദ്രവം ഏൽപ്പിച്ചു. തുടർന്ന് ബലമായി പിടിച്ചുവലിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഇവരുടെ പരാതിയിൽ വർക്കല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിതീഷ് ബാബുവിന്റെ വിവാഹ തട്ടിപ്പിൽ നിരവധി യുവതികൾ ഇരകളായിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഒരു വിവാഹവും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. തട്ടിപ്പ് വ്യക്തമായതോടെ പോലീസ് വീട് വളഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തട്ടിപ്പിനിരയായ യുവതികൾ പോലീസ് സ്റ്റേഷനിലെത്തി പണവും സ്വർണവും നഷ്ടപ്പെട്ട വിവരം പോലീസിനെ അറിയിച്ചു. 20 പവനോളം സ്വർണ്ണാഭരണങ്ങളും 8 ലക്ഷം രൂപയും പ്രതി കബളിപ്പിച്ച് കൈക്കലാക്കിയെന്ന് ഇവരുടെ പരാതിയിൽ പറയുന്നു. 2 യുവതികളുടെ പരാതിയിലാണ് ഇപ്പോൾ വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. വിശ്വാസവഞ്ചന, ബലാത്സംഗം, ഗാർഹിക പീഡനം തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ച് ആരെയും അറിയിക്കാതെ ഇയാൾ ഇത്രയും നാൾ കഴിഞ്ഞത് പോലീസിനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചവർക്ക് പുറമെ മറ്റ് പല സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നതായും പോലീസ് സംശയിക്കുന്നു. നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാന രീതിയിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. കൊലയ്ക്ക് ശേഷം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതി ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടേക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കൊല്ലപ്പെട്ട ആതിരയുടെ സുഹൃത്തായ എറണാകുളം സ്വദേശിയായ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത്.
ആതിരയുടെ ഭർത്താവായ ക്ഷേത്രപൂജാരി രാജീവിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. കഠിനംകുളം പാടിക്കവിളാകം വർണ്ണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയായ വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 5:30 ക്ഷേത്രത്തിലേക്ക് പോയ രാജീവ് രാവിലെ 11:30 മടങ്ങിയെത്തിയപ്പോഴാണ് ആതിര മരിച്ചു കിടക്കുന്നത് കണ്ടതെന്നാണ് പോലീസിന് നൽകിയ മൊഴി. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. യുവതിയുടെ സ്കൂട്ടറും കാണാതായിരുന്നു. കൃത്യം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ടത് ഈ സ്കൂട്ടറിലാണെന്ന് കരുതുന്നു. സ്കൂട്ടർ പിന്നീട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് സ്കൂട്ടർ വെച്ചിരുന്നത്. ഇതോടെ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് എറണാകുളത്തും തെരച്ചിൽ നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ വിവരങ്ങളും കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. അതേസമയം വീട്ടിലാരെങ്കിലും വരുന്നതായി കണ്ടവരില്ല. പ്രതി മതിൽ ചാടിയാണ് വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവ് എറണാകുളം സ്വദേശിയാണ്. ആതിര ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാളെ പരിചയപ്പെട്ടത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ കഠിനംകുളത്തെത്തിയതെന്ന് പോലീസ് പറയുന്നു. പെരുമാതുറയിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു താമസം. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇയാൾ വീട്ടിൽ നിന്നും അവസാനമായി പുറത്തുപോയത്. ഈ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും ലഭിച്ചില്ല. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. ആതിരയുടെ ഭർത്താവ് രാജീവിനെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. പ്രതിയിൽ നിന്ന് വധഭീഷണി ഉണ്ടായിരുന്നതായി ആതിര പറഞ്ഞിരുന്നുവെന്ന് രാജീവ് മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തും. യുവതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് വിവരങ്ങളും ഫോൺ കോൾ രേഖകളും അടക്കം പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കഴക്കൂട്ടം. എറണാകുളത്ത് നടന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ് ഇനി. കിഴക്കമ്പലത്ത് ഭാര്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. കിഴക്കമ്പലം സ്വദേശി നിഷയെയാണ് ഭർത്താവ് നാസർ കൊലപ്പെടുത്തിയത്. പ്രതി മാനസിക രോഗത്തിന് ചികിത്സയിലുള്ള ആളാണെന്ന് പോലീസ് പറയുന്നു. ഇയാൾ ഇടയ്ക്കിടെ അക്രമാസക്തനാകുമെന്നാണ് ഇവരുടെ മക്കളും പോലീസിന് നൽകിയ മൊഴി. ഉറങ്ങാൻ കിടന്ന ഭാര്യ നിഷ വിളിച്ചിട്ടെഴുന്നേക്കുന്നില്ലെന്ന് നാസർ അയൽവാസികളെ അറിയിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെയാണ്. വീട്ടിലെത്തിയ അയൽക്കാരാണ് മൂക്കിൽ നിന്നും രക്തം വാർന്ന നിലയിൽ നിഷയെ കണ്ടെത്തിയത്. പിന്നാലെ കുന്നത്തുനാട് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് പരിശോധനയിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൊലപാതകമാണെന്ന് വ്യക്തമായി. നാസറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഭാര്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിച്ചത്. നാസർ വർഷങ്ങളായി മാനസിക രോഗത്തിന് ചികിത്സയിലുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ നിന്നും മാറി ബന്ധുവീട്ടിൽ താമസിച്ചു പഠിക്കുന്ന മകൻ തിങ്കളാഴ്ച രാത്രി വീട്ടിലെത്തിയിരുന്നു. എന്നാൽ പിതാവുമായുണ്ടായ തർക്കത്തെ തുടർന്ന് ബന്ധുവീട്ടിലേക്ക് തിരികെ പോയി. മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങിയ ഭാര്യയെ പുലർച്ചെ 2 മണിയോടെ സ്വന്തം മുറിയിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. 4 മണിയോടെ ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു പോകുന്നതും കണ്ടവരുണ്ട്. പിതാവിടയ്ക്ക് അക്രമാസക്തനാകാറുണ്ടെന്ന മകനും പോലീസിന് മൊഴി നൽകി. ദമ്പതികളുടെ മകൾ കോളേജ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് നാദാപുരം തൂണേരിയിൽ യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. വടകര ഓർക്കാട്ടേരി സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ ഭാര്യ ഫിദ ഫാത്തിമയാണ് മരിച്ചത്. ഭർത്തൃവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് യുവതി ആത്മഹത്യ ചെയ്തത്. 1.5 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരുന്നു. നാദാപുരം തൂണേരിയിലാണ് ഭർത്തൃമതിയായ യുവതിയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 22-കാരിയായ ഫിദ ഫാത്തിമയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ മരിച്ചത്. പട്ടാണിയിലെ വീട്ടിലെ ഹാളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഓർക്കാട്ടേരി
വൈക്കിലിശ്ശേരി സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ ഭാര്യയാണ് ഫിദ ഫാത്തിമ. ഒന്നര വർഷം മുമ്പായിരുന്നു ഫിദയുടെ വിവാഹം. ഉച്ചയോടെയാണ് ഭർത്തൃ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലെത്തിയത്. ഇതിനു പിന്നാലെയാണ് ആത്മഹത്യ. വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 വടകര. കാസർഗോഡ് മൊഗ്രാലിൽ മുൻ ഭാര്യയുമായി സൗഹൃദമുണ്ടെന്ന് ആരോപിച്ച് ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയും കൂട്ടാളിയും അറസ്റ്റിലായി. ചൌക്കി കല്ലങ്കയിലെ ഹബീബ് എന്ന അഭിലാഷ്, ദർലക്കട്ടയിലെ അഹമ്മദ് കബീർ എന്നിവരെയാണ് കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാൽ സ്കൂളിന് സമീപത്താണ് സംഭവം. പെർവാഡ് മാളിങ്കര ഹൌസിലെ ഓട്ടോ ഡ്രൈവർ അബൂബക്കർ സിദ്ദിഖിനെയാണ് ക്രൂരമായി ആക്രമിച്ചത്. സംഭവത്തിൽ ചൌക്കി കല്ലങ്കൈ സ്വദേശി ഹബീബ് എന്ന അഭിലാഷ്, ദർലക്കട്ടയിലെ AB മൻസിലിൽ അഹമ്മദ് കബീർ എന്നിവരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിലാഷിന്റെ മുൻ ഭാര്യയുമായി ഓട്ടോ ഡ്രൈവറായ അബൂബക്കർ സിദ്ദിഖിന് സൗഹൃദമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറയുന്നു. രണ്ടായിരത്തി 2023 നടന്ന സമൂസ റഷീദ് കൊലക്കേസ്, കഞ്ചാവ് കടത്ത്, വധശ്രമം, സ്ത്രീകളെ മർദ്ദിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ് അഭിലാഷ്. കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു. അടുത്തിടെയാണ് ഇയാൾ പുറത്തിറങ്ങിയത്. അഹമ്മദ് കബീറിനെതിരെയും കേസ് നിലവിലുണ്ട്. ഓമിനി വാനിലെത്തിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ആശങ്കയുയർത്തുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പാലക്കാട് തൃത്താലയിൽ +1 വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് ചോദിച്ചു. വിദ്യാർത്ഥിയോട് ക്ഷമിച്ചതായി അധ്യാപകനും വ്യക്തമാക്കി. സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അധ്യാപകരല്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ നിലപാട്. അങ്ങനെ സ്വഭാവം വീഡിയോ കറക്റ്റ് തേങ്ങ മാങ്ങച്ച കാട്ടി ഞാൻ പറഞ്ഞു ഇന്നതിന്റെ ഉള്ളിലിട്ട് വെള്ളയായിട്ട് ആരാക്കാൻ വീഡിയോ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞു കൊന്നിട്ടു. നിന്റെ ഫോണുണ്ടോ? ഫോണുണ്ടോ? ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൈ ചൂണ്ടി കൊലവിളി നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിനായിരുന്നു വിദ്യാർത്ഥി പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പ് ചോദിച്ചതോടെയാണ് ക്ഷമിക്കുന്നതായി അധ്യാപകനും വ്യക്തമാക്കിയത്. രക്ഷിതാക്കൾ എന്തു പറയുമെന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതെന്നാണ് വിദ്യാർത്ഥിയുടെ വിശദീകരണം. ഇതോടെ കുട്ടിക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കില്ലെന്നും തുടർന്നും സ്കൂളിൽ പഠിക്കാൻ സാധിക്കുമെന്നുമാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കറക്റ്റ് തേങ്ങ മാങ്ങച്ച കാട്ടി ഞാൻ പറഞ്ഞു ഇന്നതിന്റെ ഉള്ളിലിട്ട് വെള്ളയായിട്ട് ആരാക്കാൻ വീഡിയോ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞു കൊന്നിട്ടു. നിന്റെ ഫോണുണ്ടോ? ഫോണുണ്ടോ? സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് ലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകൻ പിടിക്കുകയും
ഫോൺ പ്രധാന അധ്യാപകനെ ഏൽപ്പിക്കുകയുമായിരുന്നു. തുടർന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതുൾപ്പെടെ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി ശിവൻകുട്ടി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അധ്യാപകർ പകർത്തിയ ദൃശ്യം വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്ക് കൈമാറിയിരുന്നെന്നും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അധ്യാപകരല്ലെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വാദം. വിദ്യാർത്ഥിയെ കൗൺസിലിംഗിന് വിധേയനാക്കുമെന്നും സംഭവത്തിൽ ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയതായും പ്രിൻസിപ്പൽ AK അനിൽകുമാർ വ്യക്തമാക്കി. ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഫോൺ തരണമെങ്കിൽ രക്ഷിതാവ് വരണം. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്ത് തേങ്ങ മാങ്ങത്തെ കാട്ടി ഞാൻ പറഞ്ഞു ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെയും പുറത്ത് കിട്ടിയ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞു കൊന്നിടും. നിന്റെ ഫോണുണ്ടോ? ന്യൂസ് 18 പട്ടാമ്പി. കാമവെറിമൂത്ത് കുട്ടികളെപ്പോലും ലക്ഷ്യമിട്ട് നടക്കുന്നവർ സമൂഹത്തിന്റെ ശാപമാണ്. കൊല്ലം അഞ്ചലിൽ ഒരു 9 വയസ്സുകാരൻ നേരിട്ട ദുരനുഭവം കാലങ്ങളോളം അവനെ വേട്ടയാടും. അയൽവീട്ടിൽ മെഴുകുതിരി വാങ്ങാൻ പോയ കുട്ടിയെ ജനാലയിൽ കെട്ടിയിട്ടാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ അഞ്ചൽ തേവർത്തോട്ടം സ്വദേശി മണിക്കുട്ടൻ പിടിയിലായി. ഒൻപത് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ച 35-കാരനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തടിക്കാട് തേവർത്തോട്ടം കണിക്കോണം ചരുവിള പുത്തൻ വീട്ടിൽ മണിക്കുട്ടനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 20-നാണ് സംഭവം. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: മണിക്കുട്ടന്റെ വീട്ടിൽ മെഴുകുതിരി വാങ്ങാനെത്തിയ കുട്ടിയെ ഇയാൾ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഭയന്ന കുട്ടി ബഹളം വെച്ച് പുറത്തേക്കോടി. പിന്തുടർന്നെത്തിയ മണിക്കുട്ടൻ കുട്ടിയെ ബലമായി പിടികൂടി വീടിനുള്ളിലെത്തിച്ച് ജനലിൽ കെട്ടിയിട്ട് വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പീഡന ശ്രമത്തിനിടെ വാഗൊണ്ട് കൈയിലെ കെട്ടഴിച്ച കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട്ടിലെത്തിയ കുട്ടി വിവരങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു. തുടർന്ന് വീട്ടുകാർ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. കുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ ശേഖരിച്ച അഞ്ചൽ പോലീസ് പോക്സോ, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് മണിക്കുട്ടനെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ്, SI പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 പുനലൂർ. വർക്കലയിൽ +2 വിദ്യാർത്ഥിനിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ യുവാവ് അറസ്റ്റിൽ. വർക്കല കവലയൂർ സ്വദേശി 26-കാരനായ ബിൻഷാദാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത ശേഷം പ്രണയം നടിച്ചായിരുന്നു പീഡനം. ഇതിനൊത്താശ ചെയ്ത 2 പ്രതികൾ ഒളിവിലാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത പ്രതി ബിൻഷാദ് പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ജനുവരി 18-ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പെൺകുട്ടി സ്കൂളിൽ നിന്നും കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കാറിലെത്തിയ പ്രതി തന്ത്രപൂർവ്വം കാറിൽ പിടിച്ചു കയറ്റി. പ്രതിയുടെ 2 സുഹൃത്തുക്കൾ കാറിന്റെ മുൻസീറ്റിലും പ്രതി പിൻസീറ്റിലുമായിരുന്നു. തുടർന്ന് കാർ വർക്കല അന്ധവിദ്യാലയത്തിന് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് നിർത്തിയിട്ടു. കാറിന്റെ പിൻസീറ്റിൽ വെച്ച് പെൺകുട്ടിയെ പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. വർക്കല പോലീസാണ് ബിൻഷാദിനെ അറസ്റ്റ് ചെയ്തത്.
കാറിലൊപ്പമുണ്ടായിരുന്ന 2-3 പ്രതികൾ ഒളിവിൽ പോയി. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ കയറ്റിക്കൊണ്ടുപോയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മലപ്പുറം തിരൂരങ്ങാടിയിൽ വൻ സ്പിരിറ്റ് വേട്ട. 20,000 ലിറ്ററിലധികം സ്പിരിറ്റ് ഡാൻസ് ഓഫ് സ്ക്വാഡ് പിടികൂടി. തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ, പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൊയ്തീനാണ് സ്പിരിറ്റ് കടത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് പറയുന്നു. ലിറ്ററിലധികം സ്പിരിറ്റാണ് തിരൂരങ്ങാടിയിൽ നിന്നും ഡാൻസ് ഓഫ് സ്ക്വാഡ് പിടികൂടിയത്. പാലക്കാട് എസ്.പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡാണ് സ്പിരിറ്റ് പിടിച്ചത്. ചരക്ക് ലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്ത്. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. നീല കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ടാർപോളിനും മാലിന്യം നിറച്ച ചാക്കുകളും കൊണ്ട് മറച്ച നിലയിലായിരുന്നു. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറെയും സഹായിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ, പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മൊയ്തീൻ നേരത്തെയും സ്പിരിറ്റ് കേസുകളിലെ പ്രതിയാണ്. സ്പിരിറ്റ് കടത്തിന്റെ സൂത്രധാരനും ഇയാൾ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് 18 തിരൂർ. ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ അച്ഛനും മകനും തിരുവനന്തപുരം കാട്ടാക്കടയിൽ പോലീസ് പിടി. തൂങ്ങാപ്പാറ സ്വദേശി നാസറിനെയും മകൻ മുഹമ്മദ് ജാസിമിനെയുമാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. മഞ്ചംകുഴി സ്വദേശിയിൽ നിന്നും കഞ്ചൂർകോണം ചെട്ടിക്കോണത്ത് താമസിക്കുന്ന ദമ്പതിമാരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കലാക്കിയ കേസിലാണ് പ്രതികൾ പോലീസ് പിടിയിലായത്. അറസ്റ്റിലായ നാസർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെ സമീപിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നും ജോലി ശരിയാക്കി തരാമെന്നും ഉറപ്പ് നൽകും. തുടർന്ന് മകൻ ജാസിമിനെ മെഡിക്കൽ കോളേജിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പണം വാങ്ങി പറ്റിക്കുകയായിരുന്നു പതിവ്. കഞ്ചൂർകോണം സ്വദേശി രതീഷ് കുമാർ, ഭാര്യ ദിവ്യമോൾ എന്നിവർക്ക് അറ്റൻഡറായി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ തട്ടിയെടുത്തു. വീരണക്കാവ് മഞ്ചംകുഴി സ്വദേശി ബാബുരാജിന് പ്യൂണായി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാണ് 4 ലക്ഷത്തിലധികം രൂപ വാങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. തമ്പാനൂരിലുള്ള നാസറിന്റെ ഓഫീസിൽ വച്ചാണ് പ്രതികൾ പണം കൈപ്പറ്റിയത്. 2 പരാതികളിലും കേസെടുത്ത കാട്ടാക്കട പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിരവധി മലയാളികളുള്ള സംസ്ഥാനമാണ് കർണാടക. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. കർണാടകയിൽ പട്ടാപ്പകൽ കൊള്ളയും കൊലപാതകവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ കർണാടക സർക്കാർ നിർദ്ദേശം നൽകി. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് ഉന്നതതല യോഗത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിയത്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വൻ കവർച്ചാ സംഘങ്ങൾ സംസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുന്നതായാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. കർണാടകയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ പട്ടാപ്പകൽ കൊള്ളയും കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ബംഗളൂരു ബീദറിൽ 2 സുരക്ഷാ ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തി 94 ലക്ഷം രൂപ കവർ ചെയ്ത കേസിൽ പ്രതികളെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. SBI ബാങ്കിന്റെ ATMിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമായിരുന്നു കവർന്നത്. സംഭവത്തിന് പിന്നിൽ ഛത്തീസ്ഗഡ് സ്വദേശി മഹേഷും കൂട്ടാളിയുമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊള്ള നടത്തിയതിനു ശേഷം
ഹൈദരാബാദിലെത്തിയ സംഘം ഒരു ട്രാവൽ ഏജൻസിയിലും വെടിവെപ്പ് നടത്തിയിരുന്നു. കർണാടകയിൽ നടുക്കിയ മറ്റൊരു ബാങ്ക് കൊള്ളയായിരുന്നു ഉള്ളാൾ സഹകരണ ബാങ്കിലേത്. ജീവനക്കാരെ തോക്കുചൂണ്ടി ബന്ദികളാക്കി 4 കോടി രൂപയുടെ സ്വർണവും പണവുമാണ് ഇവിടെ നിന്നും കവർന്നത്. കേസിൽ 3 പ്രതികളെ പിടികൂടാനും കവർച്ചാ മുതലിൽ പകുതി വീണ്ടെടുക്കാനും അന്വേഷണ സംഘത്തിനായി. എന്നാൽ കേസിലെ പ്രതി കണ്ണൻ മണിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ച് കടന്നുകളയാൻ ശ്രമമുണ്ടായതിനെ തുടർന്ന് വെടിവെച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായാണ് വിലയിരുത്തൽ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മൈസൂരുവിൽ മലയാളി വ്യവസായിയുടെ കാർ തടഞ്ഞ് 1.5 ലക്ഷത്തോളം രൂപയും വാഹനവും കവർന്നു. ഈ കേസിലും പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. കർണാടകയിൽ ക്രമസമാധാന നില തകർന്നുവെന്നാരോപിച്ച് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ബംഗളൂരു. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം പുത്തൻവേലിക്കരയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ സിനിമയിലെ മേക്കപ്പ് മാനും CPM ബ്രാഞ്ച് അംഗവുമായ സുബ്രഹ്മണ്യൻ അറസ്റ്റിൽ. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ചെങ്ങമനാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ സിമന്റ് ഇഷ്ടിക കമ്പനിയിലെ കൊലപാതക കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. ബംഗാൾ സ്വദേശി ദിബൻ കുമാർ ദാസിനെയാണ് മൂവാറ്റുപുഴ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കണ്ണൂർ ആലക്കോട്ട് ചെമ്പേരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ പട്ടാപ്പകൽ കവർച്ച. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപയുമായി മോഷ്ടാവ് കടന്നുകളയുന്ന ദൃശ്യം പുറത്ത്. വിവാഹാഘോഷങ്ങൾ അതിരുവിട്ടാൽ ചിലപ്പോൾ കനത്ത വില കൊടുക്കേണ്ടി വരും. കോഴിക്കോട് നാദാപുരത്ത് വിവാഹ പാർട്ടിയുടെ യാത്രക്കിടെ റോഡിൽ റീൽസ് ചിത്രീകരണം നടത്തിയ സംഭവത്തിൽ നവവരനെതിരെ വളയം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു കാർ നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാറിൽ അപകടകരമായി യാത്ര ചെയ്ത് റീൽസ് ചിത്രീകരിച്ച യുവാക്കൾക്കെതിരെയും കേസുണ്ട്. പൊതുനിരത്തിൽ ശല്യമുണ്ടാക്കുന്നവർക്ക് ഈ നടപടി താക്കീതാകുമെന്ന് പ്രതീക്ഷിക്കാം. പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.